dear students, next topic ആണ് generation and conduction of nerve impulse. നമ്മൾ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് വീഡിയോ ആണ്. എങ്ങനെയാണ് ഒരു നെർവിൽ കൂടെ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നത്, ഇമ്പൾസ് ഉണ്ടാകുന്നതും അതെങ്ങനെ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. നമുക്കറിയാം ന്യൂറോൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ന്യൂറോൺസ് are excitable cells because their membranes are in polarized state. ഒരു ന്യൂറോണിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഒരു ന്യൂറോണിന് ഒരു ടിപ്പിക്കൽ ന്യൂറോൺ എന്ന് പറയുന്നത് പിന്നെ ഒരു സെൽ ബോഡി ഉണ്ട്, ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, പിന്നെ ഒരു ലോങ് ആക്സോണും ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു ആക്സോൺ നമ്മൾ പറയുമ്പോൾ ആ ആക്സോണിൻ്റെ മെംബ്രെയിൻ ഈ ഭാഗം അല്ലെങ്കിൽ ആ ന്യൂറോണിൻ്റെ ഔട്ടർ റീജിയൻ എപ്പോഴും പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അതുപോലെ അതിനുള്ളിൽ എപ്പോഴും നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് കൂടുതലായിട്ട് കാണും. അപ്പോൾ എപ്പോഴും ഒരു ചാർജ് ഡിഫറൻസ് ഒരു നെർവ് സെല്ലിൽ കാണാറുണ്ട്. അത് മറ്റ് സെല്ലുകളിലൊന്നും തന്നെ ഇല്ല. ഈ നെർവ് സെല്ലിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ന്യൂറോണുകളുടെ ഈ മെംബ്രെയിൻ ഈസ് ഇൻ എ പോളറൈസ്ഡ് സ്റ്റേറ്റ്. Different types of ion channels are present on the neural membrane. ഒരു നെർവ് മെംബ്രെയിൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ നെർവിൻ്റെ നമ്മൾ ഈ ഔട്ടർ ലെയറിനെ നമ്മൾ ന്യൂറിലെമ്മ എന്നൊക്കെ വിളിച്ച ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് ന്യൂറിലെമ്മ. ഇതിൻ്റെ ഈ മെംബ്രെയിനിൽ ധാരാളം ചാനൽസ് ഉണ്ട്, അയോൺ ചാനൽസ് എന്ന് പറഞ്ഞാൽ അയോണുകളെ, പലതരത്തിലുള്ള മിനറൽ അയോണുകളെ ഇതിൻ്റെ അകത്തേക്ക് കടത്തിവിടുന്ന ചാനലുകൾ നമുക്ക് കാണാൻ കഴിയും, വഴികൾ. അങ്ങനെയുള്ള വഴികളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു വഴിയാണ് ഈ സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയും ഒക്കെ കടത്തിവിടുന്ന വഴികൾ നമുക്കിവിടെ കാണാൻ കഴിയും. ദീസ് അയോൺ ചാനൽസ് ആർ സെലക്റ്റീവ്ലി പെർമിബിൾ ടു ഡിഫറെൻ്റ് അയോൺസ്. പലതരം അയോണുകളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതും പുറത്ത് കളയുന്നതും ഒക്കെ ആയിട്ടുള്ള ചാനൽസുകൾ എങ്ങനെയാണ് സെലക്റ്റീവ്ലി പെർമിബിളാണ്. സെലക്റ്റീവ്ലി പെർമിബിൾ എന്ന് പറഞ്ഞാൽ എല്ലാ അയോണുകളെയൊന്നും ഉള്ളിലേക്ക് കടത്തിവിടില്ല. ചില അയോണുകളെ മാത്രം ഉള്ളിലേക്ക് വിടുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു രീതിയാണ് ന്യൂറോണുകളിൽ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഒരു ഇമ്പൾസ് എന്ന് പറയുന്നത് ഉദ്ദീപനം അല്ലേ. ആ ഉദ്ദീപനം റിസീവ് ചെയ്തിട്ട് ആ ഇമ്പൾസ് എങ്ങനെയാണ് ഒരു നെർവിൽ കൂടെ കടന്നു പോകുന്നതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം അതിൻ്റെ അകത്ത് 3 സ്റ്റെപ്സാണ്. there are 3 steps of impulse transmission. ഒന്ന്, മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. 3 സ്റ്റെപ്സ് ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ, പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഒരു മെംബ്രെയിൻ, ഒരു ന്യൂറോണിൻ്റെ മെംബ്രെയിൻ എപ്പോഴും പോളറൈസ്ഡ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഈ പോളറൈസ്ഡ് കണ്ടീഷനിൽ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക, ഇതൊരു ലോങ് ആക്സോണാണ്. ഒരു ന്യൂറോണിൻ്റെ ആക്സോണാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആക്സോണിൽ ഒരു പോളറൈസ്ഡ് കണ്ടീഷനിലാണ് ഇതിൻ്റെ മെംബ്രെയിൻസ് ഇരിക്കുന്നത്. ഇതിൻ്റെ വെളിയിലെല്ലാം തന്നെ ഔട്ടർ മെംബ്രെയിൻ, ആ മെംബ്രെയിൻ്റെ വെളിയിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. അകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാം നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഈ ഒരു ന്യൂറോണിൻ്റെ വെളിയിലെല്ലാം പോസിറ്റീവ് ചാർജും അകത്തെല്ലാം നെഗറ്റീവ് ചാർജുമായിട്ട് ഇരിക്കുന്നു. ഈ ഒരു അവസ്ഥയെ ഒരു മെംബ്രെയിൻ ഓപ്പോസിറ്റ് ചാർജുകൾ അപ്പുറവും ഇപ്പുറവും വരികയാണെങ്കിൽ അങ്ങനെ ഒരു മെംബ്രെയിനെയാണ് നമ്മൾ പോളറൈസ്ഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു ന്യൂറോണിൻ്റെ മെംബ്രെയിൻ മാത്രമേ ഉള്ളൂ അങ്ങനെ പോളറൈസ്ഡ് കണ്ടീഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പറയാം.
അതിന് മുമ്പ് ഇതൊന്ന് വായിക്കാം. ഇൻ എ റെസ്റ്റിംഗ് ന്യൂറോൺ ദ ആക്സോണൽ മെംബ്രെയിൻ വിയേഴ്സ് എൻ ഇലക്ട്രിക് ചാർജ്. അപ്പുറം ഇപ്പുറം പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് അതിനൊരു ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നോർമലി ദ എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ മെംബ്രെയിൻ ഈസ് പോസിറ്റീവ്ലി ചാർജ് and the inner surface is negatively charged. The positively charge of external membrane is due to the high concentration of sodium ions. അപ്പോൾ ഇവിടെ പുറത്ത് പോസിറ്റീവ് ചാർജ് വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കൂടുതലായിട്ടുണ്ട്? ഔട്ടറിൽ, അതായത് ന്യൂറോണിൻ്റെ ആക്സോണിൻ്റെ വെളിയിലെല്ലാം സോഡിയം അയോൺസ് കൂടുതലായിട്ടാണുള്ളത്. ഇനി ഉള്ളിൽ എന്തുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് കൂടുതലായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ the inner exoplasm contain potassium ions and negatively charged organic proteins. ഒരു നെർവ് സെല്ലാവുമ്പോൾ ആ സെല്ലിനുള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ട്. ആ സൈറ്റോപ്ലാസത്തിനുള്ളിൽ ധാരാളം ഓർഗാനിക് പ്രോട്ടീനുകൾ, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്കെല്ലാം നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. ഇത് കൂടാതെ പോസിറ്റീവ് ചാർജായ പൊട്ടാസ്യം അയോൺസും ഉണ്ട്. അപ്പം പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. പക്ഷേ നെഗറ്റീവ് ചാർജ്ഡ് അയോൺസ് കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ നെറ്റ് നെഗറ്റീവ് ചാർജ് ഉള്ളിൽ കൂടുതലും വെളിയിൽ നെറ്റ് പോസിറ്റീവ് ചാർജ് കൂടുതലായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു മെംബ്രെയിനെയാണ് നമ്മൾ പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ചാർജ് ഡിഫറൻസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. The organic proteins are greater than potassium ions and hence inside the axonal membrane has negative charge. അകത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവ് ചാർജ് കൂടുതലായിട്ട്. The electric potential difference across the resting plasma membrane is called as resting potential. ഈ അപ്പുറവും ഇപ്പുറവും ഓപ്പോസിറ്റ് ചാർജ് വരുമ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് പറയുന്നതാണ്, ഇലക്ട്രിക് ചാർജിന് പറയുന്നതാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയും. എന്തുകൊണ്ടാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോണ് അല്ലെങ്കിൽ ഒരു നെർവ് ഒരു സ്റ്റിമുലേഷൻസും റിസീവ് ചെയ്യാതെ ഇൻ എ റെസ്റ്റിംഗ് കണ്ടീഷനിലാണ് ഈ അവസ്ഥ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ന്യൂറോൺ അതിൻ്റെ റെസ്റ്റിംഗ് കണ്ടീഷനിൽ എപ്പോഴും അതൊരു പോളറൈസ്ഡ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. എന്താണ് പോളറൈസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെർവിൻ്റെ വെളിയിലെല്ലാം പോസിറ്റീവ് ചാർജും അകത്തെല്ലാം നെഗറ്റീവ് ചാർജായിട്ട് ഇരിക്കുന്നു. ഇങ്ങനൊരു മെംബ്രെയിനെയാണ് നമ്മൾ പോളറൈസ്ഡ് മെംബ്രെയിൻ അല്ലെ പോളറൈസ്ഡ് ന്യൂറോൺ എന്ന് പറയും. അപ്പം ഈ ന്യൂറോണിനുള്ളിൽ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുകയും ആ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയും. The outside of the axon membrane contain more sodium ions and inside has more potassium ions. The cell membrane is more permeable to potassium ions and nearly permeable to sodium ions. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ പോസിറ്റീവ്, നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് വെളിയിലെല്ലാം പോസിറ്റീവ് ചാർജും അകത്തെല്ലാം നെഗറ്റീവ് ചാർജും? നമ്മൾ സാധാരണ ഒരു സെല്ലിലാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും വരാറില്ല. എപ്പോഴും എവിടെയാണോ അയോണുകൾ കൂടുതലായിട്ടുള്ളത് ആ അയോൺസ് അപ്പുറവും ഇപ്പുറവും ഈക്വൽ ആക്കാൻ നോക്കാറുണ്ട് അല്ലേ? പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതരം പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിൻ്റെ പേരാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ, ഇവിടെ മെക്കാനിസം ഇവിടെ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സോഡിയം അയോൺസിൻ്റെ സാന്ദ്രത പുറത്തു കൂടുതലും ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കോൺസെൻട്രേഷൻ അകത്ത് കൂടുതലുമായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഈ സോഡിയം പമ്പ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് സോഡിയം അയോൺസുകൾ ഉള്ളിലേക്ക് കയറുന്നത് തടയുന്നു ഈ പ്ലാസ്മ മെംബ്രെയിൻ. അതേസമയം പൊട്ടാസ്യം എന്ന് പറയുന്ന പോസിറ്റീവ് അയോൺസിന് ഉള്ളിൽ കയറാൻ അനുവാദമുണ്ട്. സോഡിയം അയോൺസിനെ എല്ലാം പിടിച്ച് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 സോഡിയം അയോൺസ് പുറത്ത് പോകുമ്പോൾ 2 സോഡിയം അയോൺസ് ഉള്ളിൽ കയറാൻ അനുവദിക്കും. അപ്പോൾ പുറത്ത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 3 സോഡിയം പോകുമ്പോഴത്തേക്കിന് എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് വെളിയിൽ കൂടുതലായിട്ട് വരും. ഇങ്ങനെ സോഡിയം അയോണുകളെ മൊത്തം പുറത്തള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയും. However, some sodium ions enter into the exoplasm and these ions are pumped out actively by mechanism known as sodium pump, potassium pump എന്ന് പറയും. അപ്പോൾ എപ്പോഴും ഒരു റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഒരു ന്യൂറോണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് സോഡിയം അയോൺസിനെ എല്ലാം
എനർജി ഉപയോഗിച്ച് പുറന്തള്ളുക, പുറത്തേക്ക് തള്ളിവിടുക, അല്ലെ അകത്തോട്ട് കയറ്റാതിരിക്കുക, അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയും. സോഡിയം അയോൺസിനെ എല്ലാം പുറത്ത് കളയുന്ന പ്രോസസ്സിനെയാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത്, അല്ലെ സോഡിയം പമ്പ് എന്ന് പറയുന്നത്. ദിസ് പമ്പ് മെയിൻറ്റെയിൻ ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ബൈ പമ്പിങ് ഔട്ട് ദീസ് 3 sodium ions and pumping in 2 potassium ions at a time. അപ്പം ഈ സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ന്യൂറോൺ റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഈ ഒരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെക്കാനിസം പ്രവർത്തിക്കുന്നുണ്ട്. ആ മെക്കാനിസത്തിൻ്റെ പേരാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയും. അതിലെന്താ സംഭവിക്കുന്നത്? ഈ പമ്പിൽ ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ബൈ പമ്പിങ് ഔട്ട് 3 sodium ions, 3 സോഡിയം അയോൺസിനെ പുറത്തേക്ക് വിടുകയും 2 സോഡിയം അയോൺസിനെ ഉള്ളിലേക്ക് കടത്തി വിടുകയും ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയും. ഈ പമ്പിംഗ് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു ന്യൂറോൺ പോളറൈസ്ഡ് കണ്ടീഷനിൽ ഇരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരു ന്യൂറോണിൻ്റെ ഔട്ടർ റീജിയൻ എപ്പോഴും പോസിറ്റീവ് ചാർജും അകത്തെപ്പോഴും നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യലിന് പറയുന്നതാണ്, ഇലക്ട്രിക് ചാർജിനെ പറയുന്നതാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. എന്തുകൊണ്ട് റെസ്റ്റിംഗ് എന്ന് പറയുന്നത്? അത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഉദ്ദീപനങ്ങളും അല്ലെ ഒരു സ്റ്റിമുലേഷൻസും സ്വീകരിക്കാതിരിക്കുന്ന സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? സോഡിയം പമ്പ് അല്ലെ സോഡിയം പൊട്ടാസ്യം പമ്പാണെന്ന് ഓർത്തിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മനസ്സിലാക്കി ഇരിക്കുക. നെക്സ്റ്റ്, എന്താണ് ആക്ഷൻ പൊട്ടൻഷ്യൽ? ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. എങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ? അപ്പോൾ റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു ന്യൂറോണിൽ നമ്മളൊരു സ്റ്റിമുലേഷൻ കൊടുക്കുക. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ട് ഓബ്ജക്റ്റിനെ തൊടുക, അല്ലെ നമ്മുടെ മേത്ത് എന്തെങ്കിലും ഒരു മുള്ളു കൊള്ളുക, അല്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ നമുക്ക് കിട്ടുമ്പോഴാണ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. When a stimulus is applied to a neuron at a resting potential, the polarity of the cell membrane changes. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു റീജിയൻ ആണ് ഈ ഒരു ഭാഗം. ഇതൊരു നെർവിൻ്റെ ഒരു ഭാഗം എന്ന് വിചാരിക്കുക. ഈ ഭാഗത്താണ് ഒരു സ്റ്റിമുലേഷൻ നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ മൊത്തം നെർവുകളുണ്ട് അല്ലേ? ആ നെർവുകൾ എല്ലാം പൊതിഞ്ഞിരിക്കുകയാണ്, നമ്മുടെ മേത്ത് നിറയെ ഉണ്ട്. അപ്പം നമ്മളൊരു ഹോട്ട് ഓബ്ജക്റ്റിനെ തൊടുന്നു. അപ്പോൾ ആ ഹോട്ട് അല്ലെ ഹീറ്റ് എന്ന് പറയുന്നതാണ് സ്റ്റിമുലേഷൻ. ആ സ്റ്റിമുലേഷൻ ആ നെർവ് എൻഡിങ്ങിൽ കിട്ടുമ്പോൾ അവിടെ ദിസ് പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു റെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വെളിയിൽ പോസിറ്റീവും അകത്ത് നെഗറ്റീവുമാണ് അല്ലേ? അപ്പോൾ ആ ചാർജ് ഒന്ന് മാറിപ്പോകും. എന്തുകൊണ്ടാണ് ഇത് മാറുന്നേ? ഇത് തല തിരിഞ്ഞു പോയി. നിങ്ങൾ ഈ പടം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഇവിടെ വന്നപ്പോൾ അകമെല്ലാം പോസിറ്റീവുമായി, വെളിയിലെല്ലാം നെഗറ്റീവായി. വെളിയിൽ നെഗറ്റീവായി, അകമെല്ലാം പോസിറ്റീവ്. എന്തുകൊണ്ടാണ് ഈ ചാർജ് ഡിഫറൻസ് വരുന്നത് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്ന സമയത്ത് ഈ ഒരു സ്റ്റിമുലേഷൻ, ഒരു ഹോട്ട് ഓബ്ജക്റ്റിനെ നമ്മൾ തൊടുന്ന ആ മൊമെൻറ്റിൽ ഇവിടെ വെച്ച് സോഡിയം പൊട്ടാസ്യം പമ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു അല്പനേരത്തെ ഫോർ എ മൊമെൻറ്റ് ഇറ്റ് സ്റ്റോപ്സ് അല്ലെ ഇറ്റ് അപ്സെറ്റ്സ്. പെട്ടെന്ന് ഒരു അല്പനേരത്തേക്കിന് ഈ സോഡിയം പമ്പ് ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് സൂൺ ആ സോഡിയം പമ്പ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സോഡിയത്തിനെ എല്ലാം പിടിച്ച് പുറത്ത് കളയുന്ന ഒരു പ്രോസസ്സായിരുന്നു അല്ലേ? അത് നിന്ന് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വെളിയിലെല്ലാം പോസിറ്റീവ് ചാർജ് കൂടുതലായിട്ട് നിൽക്കുകയാണ്. അവരെല്ലാം ചാടി അകത്തോട്ട് കയറും. അപ്പോൾ അകത്തേക്ക് കയറുമ്പോഴാണ് ചാർജ് ഡിഫറൻസ് ഇവിടെ വരുന്നത് അല്ലേ? പക്ഷേ അതൊരു കുറച്ച് നേരത്തേക്കിന് ഒരു സെക്കൻഡിൻ്റെ ഒരു അംശ നേരത്തേക്കിന് മാത്രമേ ഈ ഒരു പ്രതിഭാസം നടക്കാറുള്ളൂ. ഈ ചാർജ് ഡിഫറൻസ് പെട്ടെന്ന് തന്നെ ഇത് റീഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കും. കാരണം സോഡിയം പമ്പ് ആക്ഷൻ ഒരു ചെറിയ മൊമെൻറ്റിലേക്ക് മാത്രം അപ്സെറ്റ് ആകുകയും അത് റിവേഴ്സ് ചെയ്യുകയും ചെയ്യും. വീണ്ടും പഴയ പോലെ ആകും. അപ്പോൾ അകത്തേക്ക് കയറിയവരെല്ലാം നമ്മൾ പിടിച്ച് പുറത്തേക്ക് കളയും. സോഡിയം ചാടി അകത്ത് കയറുകയാണ് അല്ലേ? അകത്ത് കയറിയവരെയെല്ലാം പിടിച്ച് വെളിയിൽ കളയുമ്പോൾ വീണ്ടും ചാർജ് വെളിയിൽ പോസിറ്റീവ് ആവും, അകത്ത് നെഗറ്റീവ് ആവും. അങ്ങനെ ചാർജ് റിവേഴ്സൽ അവിടെ നടക്കും. ആ ചാർജ് റിവേഴ്സലിനെയാണ് ആ പെട്ടെന്നുള്ള ആ ഒരു പോളറൈസ്ഡ് കണ്ടീഷൻ മാറി ഡീപോളറൈസേഷൻ ആകുകയും
അത് വീണ്ടും റീപോളറൈസേഷൻ ആകുകയും, നിങ്ങൾ ആ ടേംസ് രണ്ടും ഓർത്തിരിക്കുക. ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് തിരിയുന്നു, തലതിരിയുന്നു. അതുപോലെ അത് വീണ്ടെടുക്കുമ്പോൾ അത് പഴയ പോലെ പോളറൈസ്ഡ്, അതിനെയാണ് റീപോളറൈസേഷൻ. അപ്പോൾ ഒരു ഡീപോളറൈസേഷനും ഒരു റീപോളറൈസേഷനും പെട്ടെന്ന് തന്നെ അവിടെ നടക്കുകയും അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചാർജിനെ ആണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, when a stimulus is applied to a neuron at the resting potential, the polarity of the cell membrane changes. The sodium-potassium pump upsets for a moment and the cell membrane become highly permeable to sodium ions. ഇത് സോഡിയം പമ്പ് അപ്സെറ്റ് ആകുമ്പോൾ സോഡിയം എല്ലാം ഉള്ളിലേക്ക് പെർമിബിൾ ആവും, അകത്തേക്ക് റഷ് ചെയ്ത് കയറും. The heavy influx of sodium ions into the membrane lead to the reversal of the polarity. Heavy ആയിട്ട് സോഡിയം അയോൺസ് എല്ലാം ഉള്ളിലേക്ക് തള്ളി കയറുമ്പോൾ what happens? The reversal of polarity and the outside membrane become negatively charged and the inside positively charged. വെളിയിലെല്ലാം നെഗറ്റീവും ആവും, അകത്തെല്ലാം പോസിറ്റീവും ആകും. The change in polarity is called depolarization. പെട്ടെന്ന് ആ ചേഞ്ച് ഡിഫറൻസ് വന്നതിനെ ആണ് നമ്മൾ depolarization എന്ന് പറയും. The electric potential difference across the plasma membrane at the site A is called action potential, which is in fact termed as nerve impulse. അപ്പോൾ അവിടെ ഉണ്ടായ ആ ഒരു ചാർജ് ഡിഫറൻസ് അല്ലെ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഡിഫറൻസിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഏത് ടേമിൽ അറിയപ്പെടുന്നു? നെർവ് ഇമ്പൾസ് എന്ന് അറിയപ്പെടുന്നു. At site immediately ahead, the axon membrane has a positive charge on the outer surface and a negative charge on its inner surface. അകത്ത് നെഗറ്റീവും പിന്നെ പെട്ടെന്ന് തന്നെ അല്ലേ ആ ചാർജ് മാറുകയും ചെയ്യും. As a result, a current flow on the inner surface of the site A to site B. സൈറ്റ് എയിൽ നിന്ന് ഇവിടെ ഉണ്ടായ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇറ്റ് സ്റ്റിമുലേറ്റ് ദ നെക്സ്റ്റ് റീജിയൻ ബി സൈറ്റിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിമുലേഷൻ കിട്ടിയപ്പോഴാണ് ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടായെങ്കിൽ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെ ഇമ്പൾസ് അടുത്ത ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യുക അല്ലെ അടുത്ത ഭാഗത്തിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം വീണ്ടും ഇതേ പ്രോസസ്സ് ഇവിടെ നടക്കും. പെട്ടെന്ന് തന്നെ ഈ സ്റ്റിമുലേഷൻ ഇവിടെ കിട്ടുമ്പോൾ ഉടൻ തന്നെ സോഡിയം പൊട്ടാസ്യം പമ്പ് അവിടെ അപ്സെറ്റ് ആവുന്നു, ഉടൻ തന്നെ സോഡിയം അയോൺസ് ഉള്ളിൽ കടക്കുന്നു, ചാർജ് ഡിഫറൻസ് ഉണ്ടാവുന്നു, അല്ലെ പോളറൈസ്ഡ് കണ്ടീഷൻ മാറി ഡീപോളറൈസ്ഡ് ആവുന്നു, വീണ്ടും തന്നെ ഇത് റീഗെയിൻ ചെയ്യുന്നു, അഗെയിൻ റീപോളറൈസേഷൻ നടക്കുന്നു, ഇവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. On the outer surface, current flow from site B to site A to complete the circuit of the current flow. ഇതിലേക്ക് ഈ ഔട്ടർ സർഫസ് ഇങ്ങോട്ട് ഫസ്റ്റ് സൈറ്റിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് സ്റ്റിമുലേഷൻ കൊടുക്കും. അപ്പോൾ ഇതൊരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. ഹെൻസ് ദ പൊളാരിറ്റി അറ്റ് ദ സൈറ്റ് എ ഈസ് റിവേഴ്സ്ഡ്. പെട്ടെന്ന് തന്നെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നു. ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് അറ്റ് ദ സൈറ്റ് ബി. സൈറ്റ് ബിയിൽ വീണ്ടും ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു. Thus the impulse generated at A sites arrives at the B site. അപ്പോൾ എ സൈറ്റിലുണ്ടായ ആക്ഷൻ പൊട്ടൻഷ്യൽ തൊട്ടടുത്ത സൈറ്റിനെ സ്റ്റിമുലേറ്റഡ് ആകുകയും അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ തൊട്ടടുത്ത റീജിയനെ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. എന്താണ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥലത്തു നിന്ന് ഇത് മൂവ് ചെയ്ത് പോവുക. The sequence is repeated along the length of the axon and consequently the impulse is conducted. ഇമ്പൾസ് കണ്ടക്ട് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. The rise in the stimulus induces permeability to sodium ion is extremely short-lived. നമ്മളിവിടെ പറഞ്ഞ അത് പെട്ടെന്നാണ് അല്ലേ? ആ ഒരു അല്പം നേരത്തേക്കിന് മാത്രമേ ആ ഒരു റിവേഴ്സൽ നടക്കുന്നുള്ളൂ, സോഡിയത്തിൻ്റെ റിവേഴ്സൽ നടക്കുന്നുള്ളൂ. It is quickly followed by a rise in permeability to potassium. Within a fraction of a second, potassium diffuses outside the membrane and restores the resting potential of the membrane at the site of excitation, and the fiber become once more responsive to further stimulation. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആദ്യത്തെ എ സൈറ്റിലുള്ള പ്രൊഡ്യൂസ് ചെയ്ത ആക്ഷൻ പൊട്ടൻഷ്യൽ തൊട്ടടുത്ത സൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും.
അല്ലേ? അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോളറൈസ്ഡ് ആയിട്ടിരുന്നത് പെട്ടെന്ന് തന്നെ ഡീപോളറൈസേഷൻ ആകുന്നു, വീണ്ടും അത് റീഗെയിൻ ചെയ്യുന്നു, സോഡിയം ബോംബ് ആക്ഷൻ വീണ്ടും റീഗെയിൻ ചെയ്യുന്നു, വീണ്ടും പോളറൈസ്ഡ് ആകുന്നു. അങ്ങനെ ആവുമ്പോഴാണ് ഇവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ, ഇത് തൊട്ടടുത്ത റീജനെ സ്റ്റിമുലേറ്റ്. അങ്ങനെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ആക്സോണിൽ കൂടി ഈ പ്രോസസ്സ് വേഗത്തിലാണ് പോകുന്നത്, അല്ലാതെ സമയം എടുക്കുന്നതേ ഇല്ല. നമുക്കറിയാലോ, നമ്മൾ ഒരു ഇലക്ട്രിക് ഉപകരണം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അതിനേക്കാട്ടിൽ സ്പീഡിലാണ് നമ്മുടെ നെർവ് ഇമ്പൾസും ട്രാവൽ ചെയ്യുന്നത്. നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിൽ ഒരു ചൂടുള്ള ഒബ്ജക്റ്റിന് നമ്മൾ തൊട്ടാൽ ആ ചൂട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ മൊമെൻറ്റിൽ തന്നെ നമ്മൾ അറിയുന്നുണ്ട് അല്ലേ? അപ്പം അത്രയും വേഗത്തിലാണ് ഇമ്പൾസ് ബ്രെയിനിലോ സ്പൈനൽ കോഡിലോ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പെട്ടെന്ന് തൊടുന്ന ആ മൊമെൻറ്റിൽ തന്നെ നമ്മൾ കൈ വലിച്ചിരിക്കും അല്ലേ? കാരണം ആ ചൂട് നമ്മൾ ഏൽക്കുമ്പോഴത്തെ തന്നെ നമ്മൾ കൈ വലിക്കുക. അല്ലാതെ ഇമ്പൾസ് പോയി തിരിച്ചു വരാൻ കുറേ സമയം എടുക്കുമെങ്കിൽ നമ്മുടെ കൈ അവിടെ ഇരുന്ന് പൊള്ളിപ്പോകും അല്ലേ? പക്ഷെ അത്രയും ടൈം പോലും എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ തൊടുന്ന മൊമെൻറ്റിൽ തന്നെ നമ്മൾ കൈ വലിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഇമ്പൾസ് അല്ലെ ആ സ്റ്റിമുലേഷൻ നമ്മുടെ സ്പൈനൽ കോഡിലോ ബ്രെയിനിലോ എത്തി വേഗം തിരിച്ചെത്തി നമ്മുടെ കൈ നമ്മൾ അതിന് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വേഗത്തിലാണ് എന്ത് ട്രാവൽ ചെയ്യുന്നത്? ദിസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രാവൽ ചെയ്യുന്നത്. ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? നെർവ് ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നെർവ് ഇമ്പൾസ് കണ്ടക്ഷന് 3 സ്റ്റെപ്സാണ് നമ്മളിവിടെ പഠിച്ചത്. നെർവ് ഇമ്പൾസിന് 3 സ്റ്റെപ്സാണ് പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, ഫോർമേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് 3 പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഈ 3 സ്റ്റെപ്സും പഠിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ 3 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് നിങ്ങൾ കേട്ട് നോക്കുക. അടുത്ത നമുക്ക് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. അടുത്ത ഭാഗമാണ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. എങ്ങനെയാണ് ഇത് നമുക്ക് ആക്സോണിൽ കൂടെ ആണ് ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് നമ്മൾ പറയുന്നു അല്ലേ? അപ്പം എ നെർവ് ഇമ്പൾസ് ഇസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ത്രൂ ജംഗ്ഷൻസ് കോൾഡ് സിനാപ്സ്. സിനാപ്സ് എന്ന് പറയുന്ന ജംഗ്ഷനിൽ കൂടെ ഇത് കടന്നു പോകും. ഒരു ആക്സോണിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മറ്റൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രോൺസുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു ജംഗ്ഷൻസിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സ് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ്. 2 ന്യൂറോണുകളുടെ ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. The neurons which bring impulse to synapse is called presynaptic neuron, and the neurons which receives impulse is the postsynaptic neuron. The gap in the synapse is called synaptic cleft. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ജംഗ്ഷനെ നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നു. ഈ സിനാപ്സിൽ 2 ന്യൂറോണുകളുണ്ട് അല്ലേ? ഇമ്പൾസ് കൊണ്ടുവരുന്ന ന്യൂറോണുകളെ നമ്മൾ പ്രീസിനാപ്റ്റിക് ന്യൂറോൺ. അപ്പോൾ ഇത് പ്രീസിനാപ്റ്റിക്. ആർക്കാണോ കൊടുക്കുന്നത്, ആരാണോ അത് റിസീവ് ചെയ്യുന്നത്, ആ ന്യൂറോണിനെ നമ്മൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഈ 2 ന്യൂറോൺസ് തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, അതിനിടയ്ക്ക് ഒരു വിടവുണ്ട്. ആ ഗ്യാപ്പിന് നമ്മൾ പറയുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയും. ഇവിടെ 2 തരം സിനാപ്സ് നമ്മുടെ ബോഡിയിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഇലക്ട്രിക്കൽ സിനാപ്സ് എന്നും കെമിക്കൽ സിനാപ്സ് എന്നും. ഇനി എന്തൊക്കെയാണ് ഇലക്ട്രിക് ആൻഡ് കെമിക്കൽ സിനാപ്സ് എന്ന് പറയാം. ഇലക്ട്രിക് സിനാപ്സ് എന്ന് പറയുന്നത് അവർ കുറച്ചുകൂടെ ഇവിടെ ക്ലോസ്ലി ആണ് ഇരിക്കുന്നത്, ക്ലോസ് ആയിട്ടാണ്, വെരി ക്ലോസ് ആണ്. Here, the membranes of pre- and postsynaptic neurons are very close. Electric current can flow directly from one neuron into the other across the synapse. ഇതിൻ്റെ ഇടയ്ക്ക് ആരും ആവശ്യമില്ല, നേരിട്ട് തന്നെ അതിൻ്റെ ഇൻഫ്ലോ നടക്കാറുണ്ട്. ന്യൂറോൺസിൽ കൂടെ തന്നെ നേരിട്ട് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് നേരിട്ട് ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിനാപ്സിനെയാണ് ഇലക്ട്രിക് സിനാപ്സ് എന്ന് പറയുമ്പോൾ. ആ സിനാപ്റ്റിക് ക്ലഫ്റ്റ് തീരെ കുറവായിരിക്കും. Impulse conduction in electric synapse always faster than chemical synapse. Chemical synapse ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? കെമിക്കൽ സിനാപ്സിനെക്കാട്ടിൽ കൂടുതൽ വേഗത്തിലാണ് ഇലക്ട്രിക് സിനാപ്സുകൾ നടക്കുന്നത്. കെമിക്കൽ സിനാപ്സിലാണ് നമ്മൾ സിനാപ്റ്റിക് വെസിക്കിൾസിനെ കുറിച്ചും ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസിനെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുള്ളത്.
Here, the membrane of the pre- and postsynaptic neurons are separated by a fluid-filled space called a synaptic cleft. ഈ വിടവിനെയാണ് നമ്മൾ synaptic cleft എന്ന് പറയുന്നത്. In chemical synapse, impulse conduction occurs through the chemical substances in the synapse called as neurotransmitters. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിനാപ്റ്റിക് നോവിനുള്ളിൽ സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് അല്ലേ, ഗ്ലോബ്യൂൾസ് ആയിട്ടുണ്ട്. ഇതിനുള്ളിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് ഉള്ളത്. ദ ആക്സോൺ ടെർമിനൽസ് കണ്ടെയ്ൻ വെസിക്കിൾസ് ഫിൽഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. വെൻ an impulse or the action potential arrives at the axon terminal. ഇനി എങ്ങനെയാണ് ഒരു കെമിക്കൽ സിനാപ്സിൽ കൂടെ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഇമ്പൾസ് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ കൂടെ ഇവിടെ എത്തുമ്പോൾ, ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് അല്ലെ ഇമ്പൾസ് ആയിട്ട് ഇവിടെ എത്തുമ്പോൾ, ഇറ്റ് സ്റ്റിമുലേറ്റ് ദ സിനാപ്റ്റിക് വെസിക്കിൾ. സിനാപ്റ്റിക് വെസിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ദ സിനാപ്റ്റിക് വെസിക്കിൾസ് ബ്രേക്ക് ടു റിലീസ് ദ ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് ഇൻസൈഡ് ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് ഇതിലേക്ക് ഒഴുക്കി വിടും അല്ലേ. ദ ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് ആക്ട് ആസ് എ ബ്രിഡ്ജ്. ഇതിനുള്ളിൽ ഒഴുകിയെത്തുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുകയും the neurotransmitter bind to the specific receptors of the postsynaptic neuron, and this binding opens ion channels. Through these channels, action potential reaches the postsynaptic neuron. Postsynaptic neuronൽ ഇതിനെ ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്റർ സെല്ലുകൾ നമുക്കിവിടെ കാണാം. ഡെൻഡ്രോൺ, അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രോൺ ആയിരിക്കുമല്ലോ ഈ ഭാഗം, ഡെൻഡ്രൈറ്റ്സിൻ്റെ ഭാഗത്ത് ഇതിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് കാണും. ആ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുമ്പോൾ ഇവിടെ ചില ചാനൽസ് അല്ലേ, ആ ചാനൽ അയോണിക് ചാനലുകൾ ഇവിടെ തുറക്കപ്പെടുകയും അതുവഴിയാണ് ഈ കെമിക്കൽ ഇമ്പൾസ് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ നെക്സ്റ്റ് ന്യൂറോണിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സിനാപ്സിൻ്റെ ഒരു പടമാണ്, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഡയഗ്രാം നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ചിടുക, ഇത് ലേബൽ ചെയ്യാനും പഠിച്ചിരിക്കുക. ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ഭാഗം. ഈ ഭാഗങ്ങൾ നിങ്ങൾ ഓർക്കുക. ഇത് ആക്സോൺ ടെർമിനൽ, സിനാപ്റ്റിക് വെസിക്കിൾ, പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഇതിൽ ആ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ കാണിച്ചിരിക്കുന്ന റിസപ്റ്റേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ ഒഴുകിയെത്തുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ്. ഈ ഒരു ഡയഗ്രാം പലപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് ഫില്ല് ചെയ്യാനായിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് എന്താണെന്നും ഗിവൻ എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഈ നെയിം എഴുതാൻ, ഇതിൻ്റെ ലേബൽ ചെയ്യാൻ ഞാനൊക്കെ പലപ്പോഴും ചോദിക്കുന്നത്. ഈ പടം നമ്മുടെ ടെക്സ്റ്റിലുള്ള പടമാണ്. ഇത് നിങ്ങൾ നോക്കി ബുക്കിൽ വരച്ചിടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇത്, സിനാപ്സിൻ്റെ പടം. അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ആദ്യ ഭാഗം ആയി.